ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാനൊരു റെസിപ്പി ട്രൈ ചെയ്തതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത്. ചില്ലറ സംഭവമൊന്നുമല്ല, നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. അവരത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് ആ ഒരു റെസിപ്പി അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, അവർ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് സക്സസ് ആയതിന് ശേഷമാണ് അവർ ആ റെസിപ്പി ഷെയർ ചെയ്തതും. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, എനിക്ക് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അവരെ ക്രെഡിറ്റൊക്കെ വെച്ചിട്ട് എനിക്കും ചെയ്യണമെന്നുണ്ടായിരുന്നു. നല്ല പ്രതീക്ഷയോടെ ചെയ്ത ഒരു റെസിപ്പി ആയിരുന്നു. ഓൾറെഡി നല്ല ക്ഷമ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഓൾറെഡി ഞാൻ കുറച്ച് ടയേർഡായിരുന്നു, വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ഈ ഒരു റെസിപ്പി ചെയ്തത്. നല്ല ഫേമസായ നമ്മുടെ മിയ കിച്ചണിലാണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി കണ്ടത്. അവർ അതിൽ പറഞ്ഞ അളവിൻ്റെ ഒക്കെ നേരെ പകുതിയാണ് ഞാൻ എടുത്തത്. നമ്മളെപ്പോഴും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചെറിയൊരു മെഷർമെൻറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലെനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, കുറച്ചൊന്നുമല്ല. അതൊക്കെ ഞാൻ പറയാം. നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. പിന്നെ ഞാൻ എന്ത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒന്നും അത് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ പെർഫെക്റ്റ് ആകുന്നത് വരെ ഞാനത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഞാനത് വിടാറില്ല. പെർഫെക്റ്റ് ആയതിന് ശേഷം വേണമെങ്കിലും വിടും. പിന്നെ നമ്മുടെ നോർമലി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റായി കിട്ടാറുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയ റെസിപ്പിയൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതുമുണ്ട്. ആദ്യം തന്നെ എനിക്ക് ഈ ഒരു കടലമാവിൻ്റെ കൂട്ട് ശരിയായില്ല. എനിക്കങ്ങനെ പതഞ്ഞ് വന്നില്ല, എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ നമ്മൾ മൈസൂർ പാക്കൊക്കെ ചെയ്യുമ്പോൾ നെയ്യും കടലമാവൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല പത വരാറുണ്ട്. ഇതിൽ ഒട്ടും പതഞ്ഞ് വന്നില്ല. പിന്നെ കളറൊക്കെ ചേഞ്ചായി, ആകെ കുളമായി. ആദ്യം തന്നെ കുളമായി. പിന്നെ അതങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങ് എടുത്ത് വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫായിസിൻ്റെ ഡയലോഗാണ്. വൈറലായൊരു ഡയലോഗ് ഉണ്ടല്ലോ, ചിലർക്ക് റെഡിയാകും ചിലർക്ക് റെഡിയാകില്ല എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാകില്ല. അതൊക്കെ സ്വാഭാവികം. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കരുത്, പിന്നെയും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇൻഷാല്ലാ ഇനിയും ട്രൈ ചെയ്യും. എന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയതിന് ശേഷം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും, നമ്മുടെ മിയ കിച്ചൻ്റെ ക്രെഡിറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കും കൂടി മനസ്സിലാവുമല്ലോ ഇതിലെന്തൊക്കെ ഫോൾട്ടാണ് വന്നിട്ടുള്ളത് എന്ന്. പിന്നെ ഇതിൽ ഇച്ചിരി മസാലയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വെറുതെ ഒരു തമാശക്ക്. അപ്പോൾ നമ്മുടെ സ്വന്തം സോൻ പാപ്പടിയാണ് ഞാൻ ട്രൈ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ 1-2 കമൻറ്റ് കണ്ടു, ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിയാൽ പോരെയെന്ന്. ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് എന്തും വാങ്ങാം, എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ്, കടയിലേക്ക് പോകേണ്ട ആവശ്യം പോലും ഇല്ല. എന്നാലും നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആയി വരുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. നമ്മളെപ്പോഴും ഡെയിലി ഇത് ഉണ്ടാക്കണമെന്നല്ല, നമുക്ക് വല്ലപ്പോഴും ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കാം. എന്നാലും നമുക്കിതറിയാം സക്സസ് ആയി വന്നിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ആ ഒരു ഇത് എനിക്കൊക്കെ വലിയൊരു സന്തോഷം കേട്ടോ, അങ്ങനെ സക്സസ് ആയി വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇനിയും ട്രൈ ചെയ്യും ഇൻഷാ അല്ലാ. എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി, ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയും. ഇവിടെയാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആ ഒരു ഷുഗർ കാരമൽ ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് ചൂടൊക്കെ ആറുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനെ നല്ലോണം അതിനെ കുഴച്ച് ഇങ്ങനെ വലിച്ച് ആ ഒരു നൂല് പോലെ ആക്കിയെടുക്കണം. അതും ചെറിയ ചൂടിൽ തന്നെ ആക്കിയെടുക്കുകയും വേണം. ചൂടാറിയാലത് അറിയാമല്ലോ, ഷുഗർ കാരമൽ ചെയ്യുമ്പോൾ അതൊരു കമ്പി പരുവം, ആ ഒരു പരുവത്തിലാകും. അപ്പോൾ ഇവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്.
ആദ്യം ശരിയായി വരുന്നുണ്ടായിരുന്നു. ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഒന്നിച്ചാക്കണം, അതിനെ ഒന്നിച്ചാക്കിയെടുക്കണം. പിന്നെ ചൂടാറിയാൽ അത് പിന്നെ പാത്രത്തിൽ പറ്റി പിടിക്കും. അത്രയും കെയർ ചെയ്തിട്ട് ചെയ്യേണ്ട സംഭവമാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് പിന്നെ 1-2 സെക്കൻഡ് ആണെങ്കിലും ഇടയ്ക്ക് ഇവിടെ പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഷേപ്പാക്കി എടുക്കണം. പക്ഷേ എനിക്കൊട്ടും അത് തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ചൂടിൽ. മിയ കിച്ചൺ എങ്ങനെയാണ് സമ്മതിക്കണം ആ ഒരു ചൂടിൽ അതിനെ ആ ഒരു ഷേപ്പാക്കി എടുക്കുന്നത്. പക്ഷേ ഇത് ചൂടാറുമ്പോൾ അതിലോട്ട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ചെയ്തെടുക്കുകയും വേണം. പക്ഷേ എനിക്കൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ എന്തെങ്കിലും നെയ്യോ അങ്ങനെയൊക്കെ കയ്യിൽ തടവിയിട്ടാണ് ചെയ്യുന്നത്, എന്നാൽ പോലും. അപ്പോൾ കുറച്ച് ചൂടാറിയതിന് ശേഷം പിന്നെ ഞാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഷേപ്പാക്കിയിട്ട് വളയം പോലെ ആക്കിയെടുക്കണം. അങ്ങനെ ആക്കിയെടുക്കാൻ നോക്കി. കുറച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട്, പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്നോട്ടെ. പിന്നെ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ആ ഒരു ഷുഗർ കാരമൽ ചെയ്തതല്ലേ, അത് മെൽട്ടായിക്കോളും. പറ്റുന്നത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു വളയം പോലെ ആക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ടൊക്കെ ആക്കിയിട്ട് ചെയ്ത് നോക്കി. പക്ഷേ അപ്പോൾ തന്നെ ചൂടാറിയിട്ട് ചെറിയൊരു കമ്പി പരുവത്തിലാകാൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കമ്പി പരുവത്തിലായാൽ പിന്നെ നമുക്ക് ഒട്ടും അത് നമുക്കത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല. നമ്മളിങ്ങനെ വലിച്ചെടുക്കും തോറും അത് പൊട്ടിപ്പോകും. അത് പൊട്ടാത്ത രീതിയിൽ വലിച്ച് അതിനെ നൂല് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു റെസിപ്പി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അധികം ബലം പിടിക്കാതെ ഇങ്ങനെ വലിച്ച് നൂല് പോലെ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഓൾറെഡി കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അതൊരു കമ്പി പരുവത്തിൽ ആകാറായിട്ടുണ്ടായിരുന്നല്ലോ, ചൂടൊക്കെ ആറിയിട്ട്. അപ്പോൾ പിന്നെ നല്ലോണം കമ്പി പരുവത്തിലായാൽ പിന്നെ ഒട്ടും പറ്റിയില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പീഡിൽ തന്നെ ഇങ്ങനെ വലിക്കുന്നുണ്ടായിരുന്നു. ശരിയായിട്ട് പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്യാൻ അങ്ങനെ പെട്ടെന്ന് വേസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ലല്ലോ, നമ്മൾ കുറേ നെയ്യൊക്കെ ചേർത്തിട്ടല്ലേ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കളയാൻ തോന്നുന്നില്ല. പരമാവധി ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അവസാനം ഒട്ടും പറ്റാത്ത രീതിയിലാകുമ്പോൾ പിന്നെ എന്താ ചെയ്യുക, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ കളഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.